കോളേജ് ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രിൻസിപ്പാലിനെയാണ് ഇന്നലെ വിദ്യാർത്ഥികൾ തടഞ്ഞുവച്ചത്. വിഷയത്തിൽ തിങ്കളാഴ്ച മറുപടി അറിയിക്കാമെന്ന് വ്യക്തമാക്കിയതോടെയാണ് പ്രിൻസിപ്പാലിനെ വിദ്യാർത്ഥികൾ മോചിപ്പിച്ചത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, ഇത്തരത്തിലുള്ള മതപരമായ പ്രാക്ടീസുകൾ ക്ലാസ് മുറികളിൽ അനുവദിക്കുന്നത് നിയമപരമായി ശരിയായിട്ടുള്ള കാര്യമാണോ? മറ്റു വിശദാംശങ്ങളും കൂടി. ദേവിക, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ നിർമ്മല കോളേജ് എന്നത് കോതമംഗലം അതിരൂപതയുടെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് കോളേജാണ്. ഈ കോളേജിലാണ് ഇന്നലെ ഏതാനും ചില വിദ്യാർത്ഥികൾ ക്ലാസ് മുറിക്കുള്ളിൽ തന്നെ നിസ്കരിക്കുന്നതായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇത് അധ്യാപകൻ ചോദ്യം ചെയ്യുകയും ഇത്തരം നടപടികൾ ശരിയല്ല എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഏതാനും ചില വിദ്യാർത്ഥികൾ സംഘടിച്ച് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് എത്തുകയും പിന്നീട് അതിനു മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പ്രിൻസിപ്പലിനെ മുറിക്കുള്ളിൽ തടഞ്ഞു വെക്കുകയും ചെയ്തതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. MSF ഒപ്പം തന്നെ SFIയുടെയും ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചതിന് പിന്നിൽ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കോളേജിന് സമീപത്തായിട്ട് മറ്റൊരു മുസ്ലിം പള്ളിയുള്ളതാണ്. ഇവിടെ പോയി നിസ്കരിക്കാൻ മറ്റുമായിട്ടുള്ള അനുമതിയും നൽകിയിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഇവർക്ക് കോളേജിനുള്ളിൽ തന്നെ നിസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജാണ്. സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിനുള്ളിൽ, വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഒരുക്കിയാൽ അത് മറ്റു കോളേജുകളിലേക്ക് കൂടി പടരാൻ സാധ്യതയുണ്ട്. ഒരു തെറ്റായ സന്ദേശം തന്നെ ആയിരിക്കും നൽകുക എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഏതായാലും ഇപ്പോൾ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഈ അധ്യാപകനെ, പ്രിൻസിപ്പലിനെ ഇങ്ങനെ തടഞ്ഞു വെച്ച ഒരു സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താം എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കോളേജ് മാനേജ്മെന്റുമായി ചർച്ച ചെയ്തതിനു ശേഷം ഈ കാര്യങ്ങളിൽ കൂടുതൽ അറിയിപ്പുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് കോളേജ് അധികൃതർ ഇന്നലെ വിദ്യാർത്ഥികളെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ മുറിക്ക് മുന്നിൽ നിന്ന് തിരിഞ്ഞുപോയത്. ഏതായാലും ഈ കോളേജിൽ ഇത്തരത്തിലൊരു നിസ്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം മുറി വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ ഇന്നലെ സംഘടിച്ചെത്തിയ വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ദേവിക. ശരി കിരൺ. കൊച്ചിയിൽ നിന്ന് കിരൺ കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.